ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം ലഭിക്കുന്നതിന് നിങ്ങളുടെ വാട്സപ്പ് എല്ലാം തന്നെ ഇത് പുതിയതായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ അപ്ഡേറ്റ് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റാറ്റസിലേക്കെല്ലാം പോവുകയാണ്. മൈ സ്റ്റാറ്റസ് എന്ന ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ നമുക്ക് സ്റ്റാറ്റസായി എന്തെങ്കിലും ക്യാമറ യൂസ് ചെയ്ത് തന്നെ ഫോട്ടോ എടുത്തു വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഗ്യാലറിയിൽ നിന്നും നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഫോട്ടോ എല്ലാം സ്റ്റാറ്റസായി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഇവിടെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് സ്റ്റാറ്റസായി വയ്ക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിലുള്ള ഈ ഒരു വീഡിയോ എല്ലാം സെലക്ട് ചെയ്ത് അതും നിങ്ങൾക്ക് സ്റ്റാറ്റസ് വയ്ക്കാം. എന്നാൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്ന ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എന്നതിൽ പോയതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മൈക്രോഫോൺ ഐക്കണെല്ലാം കാണും. അപ്പോൾ ഇത്തരത്തിൽ ഈ മൈക്രോഫോൺ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റാറ്റസ് ആക്കാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മൈക്രോഫോണിൽ പ്രസ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹൗ ആർ യു? ഹലോ, ഹൗ ആർ യു? ഇത്തരത്തിൽ നമുക്ക് വേണ്ട കാര്യമെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സ്റ്റാറ്റസ് എന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സിന് കാണണോ അല്ലെങ്കിൽ ആർക്കെല്ലാമാണ് ഇത് കാണേണ്ടത് അവർക്ക് മാത്രമായി ഷെയർ ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടവരെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവരെയും സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസ് ഷെയർ ചെയ്യാം. ഇതിനായി ഞാനിപ്പോൾ ഈ ഒരു സെൻഡ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ ഒരു സ്റ്റാറ്റസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാറ്റസ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇതിനായി ജസ്റ്റ് ഞാൻ ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നോ വ്യൂസ് യെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത്. അതായത് ആരും തന്നെ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് എത്ര വ്യൂ എല്ലാം വന്നിരിക്കുന്നു എന്നെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് എല്ലാം ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ വോയിസ് സ്റ്റാറ്റസ് എല്ലാം വയ്ക്കാനുള്ള നല്ല ഒരു ഓപ്ഷൻ എല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.